ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മത്തങ്ങ വൻപയർ എരിശ്ശേരിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു സിമ്പിൾ ഐറ്റമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനതിന് കറിക്ക് ആവശ്യമായ മത്തങ്ങ ഇതാ ഇവിടെ കഴുകി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അടുത്തത് ഈ കറിക്ക് ആവശ്യമായുള്ളത് പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ അതും ഞാനൊരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പൊടിയായിട്ട് ആഡ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ ശകലം മല്ലിപ്പൊടിയും കൂടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ മത്തങ്ങ ഒരു പകുതി വേവാവും വരെ അടച്ച് വെച്ച് നല്ലോണം ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമുക്കിത് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് വൻപയറും കൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയ വൻപയർ ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മളിത് കുക്കറിനകത്ത് അത്യാവശ്യം കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ആവശ്യത്തിന് ഇത് വേവാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ച് വേവിച്ചെടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ 2 വിസിലാണ് അടിച്ചത്. നമ്മൾ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തിയ വൻപയർ ആയതുകൊണ്ട് 2 വിസിലിന് തന്നെ നല്ലോണം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വൻപയർ വേവുന്ന നേരം കൊണ്ട് നമുക്ക് തേങ്ങ അരയ്ക്കാം. അതിന് ഒരു തേങ്ങ ഞാൻ മുഴുവനായിട്ട് ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ നേർ പകുതി എടുത്ത് നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ തേങ്ങ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വേറെ എക്സ്ട്രാ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, കറിയിൽ ആവശ്യത്തിന് ചേർത്തിട്ടുള്ളത് കൊണ്ട്. അപ്പോൾ നമ്മുടെ മത്തങ്ങ ദാപ്പോൾ ആവശ്യത്തിന് ഒരു പകുതി വേവ് ആയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ വിസിലടിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ മത്തങ്ങ കഷ്ണമൊക്കെ നല്ലോണം ഒന്ന് ഉടച്ച് കൊടുക്കുക. അപ്പോൾ കറി നല്ലോണം ഒന്ന് കുറുകി വരും. കാരണം നമുക്ക് മത്തങ്ങ ഒരു കുഴമ്പ് രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ഗ്രേവി ടൈപ്പിൽ വരേണ്ടത്. എന്നിട്ട് ആ മത്തങ്ങ കഷ്ണം അങ്ങനെ തന്നെ കിടക്കാതെ നല്ലോണം ഒന്ന് ഉടച്ച് കുഴച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കത് കുറച്ച് നേരത്തേക്ക് ഒന്ന് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നല്ലോണം നമ്മൾ മത്തങ്ങ കുടച്ച് കൊടുത്ത് നല്ലോണം തിള വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഒരു ചീനച്ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിനകത്തേക്ക് ജീരകം ആഡ് ചെയ്യുക. അപ്പോൾ ജീരകം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിനകത്തേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ ഇതിനകത്തേക്ക് ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അതായത് ആ തേങ്ങ വറുത്ത് വരും വരെ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ തേങ്ങ ഇളക്കിയിട്ട് കൊടുത്ത് നല്ലൊരു റെഡ് കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് തന്നെ ഇളക്കിയിട്ടോണ്ട് കിടക്കണം. അതുപോലെ തീ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് തേങ്ങ വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങ നല്ലോണം ഒരു റെഡ് കളർ ഒരു ബ്രൗൺ കളർ ആയതിനു ശേഷം അതിനകത്തേക്ക് അല്പം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മല്ലിപ്പൊടി ഒട്ടും കരിയാതെ തന്നെ അത് നല്ലോണം ഇളക്കി കൊടുക്കുക.
അപ്പോൾ ഇത് നല്ലോണം ആ മല്ലിപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് കറിക്കകത്തേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മൾ ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ ഒരു രീതിയിൽ എരിശ്ശേരി ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.